ഹലോ, വെൽക്കം ബാക്ക് ടു വേവ് ലെങ്ത് അക്കാദമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് സ്റ്റാൻഡേർഡ് ഫൈവിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അത് അവൈലബിൾ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ പോർഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6ലെ ചാപ്റ്റർ 1 ആണ്. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര്. സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഓരോ ചാപ്റ്റേഴ്സ് കൂടുന്തോറും ഇതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് മാറുകയാണല്ലോ, അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, മധ്യകാലത്തുള്ള ഇന്ത്യ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ യമുന നദിയെ കുറിച്ച് പറയുന്നുണ്ട്. യമുന നദി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് ഉത്ഭവം. അപ്പൊ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോവാം. അപ്പം ഈ ഒരു പോയിന്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഗംഗയുടെ പോഷക നദികളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദി എന്ന് പറയുന്നതാണ് യമുന എന്ന് പറയുന്നത്. യമുനയുടെ ഉത്ഭവം വരുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യണം, അത് അത്രയും ശ്രദ്ധിക്കാൻ തന്നെ വേണം. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് ഈ യമുന എന്ന് പറയുന്ന നദിയുടെ ഉത്ഭവം. പ്രധാന നഗരം, ഇത് ഒഴുകുന്ന പ്രധാന നഗരത്തിലൊന്നാണ് ഡൽഹി എന്ന് പറയുന്നത്. കുത്തബ് മിനാർ, മെഹ്റൂളിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, ഇങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ഇപ്പൊ നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഡൽഹിനെ കുറിച്ചിട്ട് എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു. യമുന നദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇന്ത്യയിൽ ഒഴുകുന്ന മെയിൻ ആയിട്ട് 3 നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്, ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ആരാണ്? ഗംഗയാണ്. ആ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തിന് ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നാണ് പറയുന്നത്. എന്താണ്? CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നാണ് പറയുന്നത്. 8 തൊട്ട് 18 വരെയുള്ള, CE 8 തൊട്ട് CE 18 വരെയുള്ള കാലം മധ്യകാലഘട്ടമാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഇന്ത്യയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് സിന്ധു ഗംഗ സമതലം. നമുക്കറിയാലോ, ഇന്ത്യയുടെ ടോപ്പ് പോർഷനിലൂടെയാണ് എന്തൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്കൂടെയൊക്കെ ആയിട്ട് സിന്ധു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതുവഴിയൊക്കെ ആയിട്ടാണ് ഗംഗാ നദി ഇങ്ങനെ ഉത്ഭവിച്ച് ഒഴുകുന്നത്. അപ്പോ ഈ സിന്ധു ഗംഗ എന്ന് പറയുന്ന 2 നദീതടങ്ങൾ ഉണ്ടാക്കുന്ന സമതലമാണ് ഈ സിന്ധു ഗംഗ സമതലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഡൽഹി വരുന്നത്. ഓക്കെ ആണല്ലോ, ചിത്രത്തിൽ നിന്നത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഓക്കെ, സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠിത കാർഷിക പുരോഗതിക്ക് സഹായകമായി. കാരണം ഈ പറയുന്ന 2 നദികളുടെയും ഡെൽറ്റ നിക്ഷേപങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന അത് എന്ത് ചെയ്യും? കാർഷിക പുരോഗതിക്ക് ഹെൽപ്ഫുൾ ആവുകയാണ്. ഭൂപടത്തിൽ ആരവല്ലി പർവ്വതനിരകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഇതാണ് നമ്മുടെ ആരവല്ലി പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഈ പർവ്വതനിരകൾ എന്താണ്? ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോ ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകളും അവിടുന്ന് അവരെടുക്കാറുണ്ട്. യമുന നദി ഉള്ളത് കാരണം എന്താണ്? ജലഗതാഗതം ഓക്കെ ആയിരുന്നു. അപ്പോ ഇങ്ങനെ കുറെ അധികം പ്രത്യേകതകൾ ഡൽഹിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഡൽഹിനെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. എല്ലാവർക്കും ഡൽഹിയിലേക്ക് ഒരു നോട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, CE 8-ാം നൂറ്റാണ്ട് തൊട്ട് CE 18-ാം നൂറ്റാണ്ട് വരെ മധ്യകാലഘട്ടമാണെന്ന് പറഞ്ഞു. CE 8-ാം നൂറ്റാണ്ടിൽ, അപ്പൊ 8-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ ചരിത്രം ഇവിടുന്ന് തുടങ്ങുന്നത്. CE 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. ആരാണ്? തൊമര രാജാക്കന്മാരാണ് വരുന്നത്. തൊമര രാജാക്കന്മാര്, അവര് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ആ സമയത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്നത്. അപ്പൊ എല്ലാവർക്കും ഡൽഹിയിലേക്കുള്ള നോട്ടത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. സിന്ധു ഗംഗാ സമതലം, ആരവല്ലിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, യമുന നദി കൊണ്ടുവരുന്നതായ ജലത്തിന്റെ കാര്യങ്ങള്, പിന്നെ അവിടെ ഉണ്ടാവുന്ന കാർഷിക കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫലഭൂയിഷ്ഠതയുള്ള മണ്ണായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു, അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോ CE 8-ാം നൂറ്റാണ്ടിലെ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹിനെ ആദ്യമായി ഒരു അധികാര കേന്ദ്രമാകുന്നത്. അപ്പൊ അക്കാലത്ത് ഡൽഹിനെ വിളിച്ചിരുന്നത് ദില്ലിക എന്ന പേരിലായിരുന്നു. അതായത് ഈ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരായിരുന്നു CE 8-ാം നൂറ്റാണ്ടിൽ ഡൽഹിയിലേക്ക് വരുന്നത്. അപ്പോ അന്നത്തെ ഡൽഹിയുടെ പേര് ദില്ലിക എന്നായിരുന്നു.
ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ രജപുത്ര രാജാക്കന്മാരിൽ പെട്ടവരാണ് ഈ ആരെന്ന് പറഞ്ഞു, തൊമര രാജാക്കർ എന്ന് പറഞ്ഞു. എന്താണ് ഈ രജപുത്രർ എന്ന് പറയുന്നത്? മധ്യ ഇന്ത്യയിലും വടക്ക് പടിഞ്ഞാറേ ഇന്ത്യയിലും, ഇപ്പൊ മധ്യഭാഗത്തും അതുപോലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും ഒക്കെ ആയിട്ട് ക്ഷത്രിയ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു ഈ രജപുത്രർ എന്ന് പറയുന്നത്. ക്ഷത്രിയ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു രജപുത്രര്. അവരിൽ പ്രധാന ആൾക്കാരായിരുന്നു തൊമരന്മാരും ചൗഹാന്മാരും. അതിൽ ഈ തൊമരന്മാരുടെ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. അപ്പൊ എട്ടാം നൂറ്റാണ്ടില് തൊമര രാജാക്കന്മാര് ഈ രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് അവര്. ഈ തൊമര രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ദില്ലിക അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഭരണത്തിന് വരുന്നത്. അപ്പോ തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിലെ അധികാരികളായി. അപ്പൊ തൊമര രാജാക്കന്മാര് കഴിഞ്ഞപ്പോ പിന്നെ ആരാ വരുന്നത്? ചൗഹാനാണ് വരുന്നത്. ഈ ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഈ പറയുന്ന ചൗഹാൻ രാജവംശത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനാണ്. അദ്ദേഹത്തെ കീഴടക്കി ഘോറിലെ, അതായത് ഇന്ന് അഫ്ഗാനിസ്ഥാനായിട്ടുള്ള അന്നത്തെ ഘോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ്. അതായത് ഇത്രയും മനസ്സിലാക്കണ്ടോ, എട്ടാം നൂറ്റാണ്ടിൽ ആരാണ്? തൊമര രാജാക്കന്മാർ ഭരണം നടത്തി വരികയാണ് ഡൽഹിയിൽ. അതായത് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ചൗഹാൻ രാജാക്കന്മാർ വരികയാണ്. അപ്പൊ അവസാനത്തെ ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. അദ്ദേഹത്തിന് കീഴടക്കുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ ഘോറിലെ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ പറയുന്ന പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കാണ്. എന്നിട്ട് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സേനാ നായകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. അതായത് ഈ മുഹമ്മദിന്റെ സേനാ നായകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. അപ്പൊ മുഹമ്മദ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്? പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് ഈ ഗോറിൽ നിന്ന് വന്ന മുഹമ്മദിന്റെ സേനാ നായകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. ഗോറിലെ മുഹമ്മദിന്റെ മരണശേഷം 1206 കുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അതായത് ആദ്യം തന്നെ എന്താണ്? രജപുത്രന്മാര് വന്നു. രജപുത്രന്മാരിലെ തൊമര രാജാക്കന്മാര് വന്നു. പിന്നെ അവരെ പിന്തുടർന്ന് ചൗഹാൻ രാജവംശം വന്നു. ഈ ചൗഹാൻ രാജവംശത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന് ഗോറിലെ മുഹമ്മദ് വന്നിട്ടാണ് കീഴടക്കുന്നത്. എന്നിട്ട് അവര് ഡൽഹിയിൽ ഭരണം തുടങ്ങി. ഈ മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സേനാ നായകനായിരുന്ന കുത്ബുദ്ദീൻ ഐബക്കാണ് പിന്നീട് ഭരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 1206 കുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹിയിലെ ഭരണം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജവംശം മംലൂക്ക് വംശം എന്നാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന്റെ രാജവംശം ആരായിരുന്നു? കുത്ബുദ്ദീൻ ഐബക്കിന്റെ രാജവംശം മംലൂക്ക് വംശം, അഥവാ അതിനെ പറഞ്ഞിരുന്നത് എന്താണ്? അടിമ വംശം എന്നാണ്. അപ്പോ ഈ മംലൂക്ക് വംശം കഴിഞ്ഞിട്ട് വീണ്ടും 4 രാജവംശങ്ങളും കൂടെ ഡൽഹിയിൽ ഭരിക്കുന്നുണ്ട്. 1526 വരെ 4 രാജവംശങ്ങളും കൂടെ ഡൽഹി ആസ്ഥാനമാക്കി ഭരിക്കുന്നുണ്ട്. അപ്പോ 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും, ഈ കാലം സൽത്താനത്ത് കാലം എന്നും അറിയപ്പെട്ടു. അപ്പൊ 1206 മുതൽ 1526 വരെ ഡൽഹിയിൽ ഭരിച്ചിരുന്നവരെ സുൽത്താൻമാർ എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിന് സൽത്താനത്ത് കാലം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് താഴെയുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. നമുക്ക് ആക്ച്വലി ഫ്ലോ ചാർട്ടിൽ തന്നെ പറയാം, പക്ഷെ ഒരു ഇൻട്രഡക്ഷൻ എപ്പോഴും വേണം എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം എന്താണ് വന്നിട്ടുള്ളത്? തൊമര രാജാക്കന്മാർ വന്നു, പിന്നെ ചൗഹാൻ രാജവംശം വന്നു, ഗോർല മുഹമ്മദ് വന്നു, ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹിയിൽ ഭരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയ മുഹമ്മദിന്റെ സേനാ നായകനായിരുന്നു ആരെന്ന് പറയുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക്. അപ്പൊ കുത്ബുദ്ദീൻ ഐബക്കിന്റെ അവിടെ നിന്നാണ് പിന്നെ ഭരണം തുടങ്ങുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ആദ്യം കുത്ബുദ്ദീൻ ഐബക്ക് ഉള്ള മംലൂക്ക് വംശം, അതിന് പറഞ്ഞ മറ്റൊരു പേരെന്തായിരുന്നു? അടിമ വംശം. അപ്പൊ ആദ്യത്തെ ഭരണം കുത്ബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. പിന്നെ ഇൽത്തുമിഷ് വരുന്നുണ്ട്, ബാൽബൻ വരുന്നുണ്ട്. അവരൊക്കെ മംലൂക്ക് വംശത്തെ പെടുത്തതാണ്. ഈ മംലൂക്ക് വംശം കഴിഞ്ഞാൽ പിന്നെ ഗൽജി വംശം വരികയാണ്. അലാവുദ്ദീൻ ഗൽജി ആയിരുന്നു ഗൽജി വംശത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. പിന്നെ തുഗ്ലക്ക് വംശം, അതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഉണ്ട്, ഫിറോസ് ഷാ തുഗ്ലക്കും ഉണ്ട്. പിന്നീട് സയ്യിദ് വംശം, പിന്നെ ലോധി വംശം. സയ്യിദ് വംശത്തിൽ ഗിസിർ ഖാനും ലോധി വംശത്തിൽ ഇബ്രാഹിം ലോധിയാണ് വരുന്നത്. ആ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നോക്കണം. ഓക്കെ, ഇനി ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ കുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ എത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അവര് ഒരേ മംലൂക്ക് വംശത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. അപ്പൊ ഓരോ ഭരണാധികാരികൾ വരും തോറും ചിലപ്പോഴൊക്കെ അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരവരുടെ ഭരണപ്രദേശങ്ങളിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ചില കേസുകളിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്? അവർക്കത് ഓക്കെ അല്ലാത്ത സാഹചര്യങ്ങളാണ് അവർക്ക് ചുറ്റും വരുന്നതെങ്കിൽ അവർക്കത് പോസിബിൾ ആവാറില്ല. ചിലപ്പോൾ ഇവർക്ക് യുദ്ധത്തിലെ നഷ്ടങ്ങൾ സംഭവിക്കാറുമുണ്ട്. തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്കാജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഏതായിരുന്നു? തങ്കാജിതൽ. ആരാണ് നടപ്പിലാക്കിയത്? ഇൽത്തുമിഷിന്റെ കാലത്താണ്. അതായത് മംലൂക്ക് വംശം അഥവാ അടിമ വംശത്തിൽ വരുന്നതായ
ഖുത്ബുദ്ദീൻ ഐബക്ക് ഉണ്ട്. അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് വന്നപ്പോൾ കുറച്ചും കൂടെ ഏരിയ വ്യാപിപ്പിച്ച് ഭരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ സമയത്ത് ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റി. തങ്ക ജിതൽ എന്നതൊക്കെയായിരുന്നു ആ സമയത്തെ നാണയങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആ നാണയങ്ങൾ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിൽ വരുന്നത് ബാൽബൻ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഒരേ ഒരു വനിതാ ഭരണാധികാരിയായിരുന്നു. ഈ ഒരു സുൽത്താന റസിയ എന്ന് പറയുന്ന ലേഡി ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. ഇതിലോട് വിയോജിപ്പുകൾ പല സ്ഥലത്തുനിന്നും വന്നതോടുകൂടിയാണ് എന്ത് ചെയ്തത്, പിന്നീട് ബാൽബനിലേക്ക് ഈ ഒരു ഭരണം കൈമാറ്റം നടക്കുന്നത്. ഇനി എന്താണ് സൽത്തനത്തിന്റെ വ്യാപനം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സൽത്തനത്ത് കാലം എന്താണെന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിൽ എത്തിയതായിരുന്നു ഖൽജി വംശം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ പ്രധാന ആളായിരുന്നു അലാവുദ്ദീൻ ഖൽജി, അതും പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത്. ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ അധീനതയിലുള്ളത്. നമ്മളിങ്ങനെ വായിക്കുന്നു, പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യണമെന്നല്ല. അതെ, നമുക്ക് ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പോയിന്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് വായിക്കുന്നത്. ഓക്കെ. ഇനി നീണ്ട സമുദ്രതീരം ഗുജറാത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി തുറമുഖങ്ങൾ ഗുജറാത്തിലുണ്ട്. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. അതായത് ഈ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പോർട്ട്സ് ഒക്കെ കൂടുതലുള്ളതാണ്. അപ്പൊ ഈ അധികം തുറമുഖങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇവർക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങളിലൊന്നും വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പൊ അലാവുദ്ദീൻ ഖൽജി ആ ഒരു ഗുജറാത്തിന്റെ ഏരിയ കീഴടക്കിയപ്പോ തന്നെ എന്താണ്, ഈ കുറെ അധികം ഇപ്പൊ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും സഹായിക്കാൻ, സൈന്യത്തിന് വേണ്ട സഹായങ്ങൾക്കുള്ള പല കാര്യങ്ങളും അവർക്ക് അവിടെ വേഗം എത്തിക്കാനായിട്ട് കഴിഞ്ഞു. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി. അപ്പൊ ഗുജറാത്തിലേക്ക് വരുന്നത് അലാവുദ്ദീൻ ഖൽജിയാണ്. നമ്മുടെ അവിടെ ഇൽത്തുമിഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തങ്ക ജിതൽ നാണയങ്ങളെ കുറിച്ച് പറഞ്ഞത്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ അലാവുദ്ദീൻ ഖൽജി ഗുജറാത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പോർട്ട് ത്രൂ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഐഡിയ മാത്രമേ നമുക്ക് ഇതിൽ വേണ്ടൂ. അത് കഴിഞ്ഞ് ഈ മംലൂക്ക് വംശം കഴിഞ്ഞു, ഖൽജി വംശം കഴിയാണ്. ഇനി ഖൽജി വംശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് തുഗ്ലക്ക് വംശം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഭരണം കാര്യക്ഷമമാക്കാൻ വേണ്ടി അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. അപ്പൊ ആ ഒരു സ്ഥലത്തിന് അപ്പൊ ദൗലത്താബാദ് എന്ന പേര് നൽകി. അതായത് ഡൽഹിയിലായിരുന്നു ഇത്രയും നാള് തലസ്ഥാനം, അത് മാറ്റിയിട്ട് എവിടേക്ക് ആക്കാണ്, ദേവഗിരിയിലേക്ക് മാറ്റാണ്. അതിന് എന്തെന്ന് പേരാണ് കൊടുക്കുന്നത് അദ്ദേഹം? ദൗലത്താബാദ് എന്നാണ് അദ്ദേഹം പേര് കൊടുക്കുന്നത്. ഈ വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ഈ ദൗലത്താബാദ് എന്ന് പറയുന്നത്. ഈ ദൗലത്താബാദ് അഥവാ ഈ ഒരു മധ്യഭാഗത്ത് ഈ ഒരു തലസ്ഥാനം ആകുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഈക്വൽ ആയിട്ട് ഭരണം നടത്താൻ പറ്റും, നല്ല രീതിക്ക് ഭരണം കാണിക്കാൻ പറ്റും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനമൊന്നും ഫലപ്രദമായില്ല. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പിന്നീട് പിൻവലിച്ചു. തുഗ്ലക്ക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയതായിരുന്നു സയ്യിദ് വംശം, ലോധി വംശം. അവിടുത്തെ ഈ ഭരണാധികാരികള് ദുർബലരായിരുന്നു. അപ്പോ സൽത്താനത്ത് ഭരണം തുഗ്ലക്ക് വംശത്തിന് ശേഷം എന്താണ്, ക്ഷയിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഫ്ലോ ചാർട്ടാണ് നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ 1526 എത്തി എന്നുള്ളത് മനസ്സിലായല്ലോ. കാരണം എന്താണ്, 1526 വരെയുള്ളതായിരുന്നു സൽത്താനത്ത് കാലം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡൽഹി മുഗൾ ഭരണത്തിൽ 1526 ഏപ്രിൽ 26 ഡൽഹിക്ക് അടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽത്താനത്ത് ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇത്രയും ശ്രദ്ധിക്കണ്ടു, ഇത് പാനിപ്പത്ത് ആണ് നടക്കുന്നത്. ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇബ്രാഹിം ലോധി ആരാണ്? നമ്മുടെ ഈ പറയുന്നതായ ലോധി വംശത്തിൽ വരുന്ന ആളാണ്. അപ്പോ ഇബ്രാഹിം ലോധി അങ്ങനെ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് ബാബർ ഡൽഹി പിടിച്ചെടുക്കാണ്. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. സൽത്തനത്ത് ഭരണകാലം അങ്ങനെ അവസാനിപ്പിച്ച് അവിടെ ബാബർ തുടക്കം കുറിക്കുന്ന പുതിയ ഭരണം എന്താണ്? മുഗൾ ഭരണമാണ്. അപ്പൊ പാനിപ്പത്ത് യുദ്ധം വഴിയാണ് ബാബർക്ക് എന്ത് സംഭവിച്ചത്? ഈ ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. പാനിപ്പത്ത് യുദ്ധത്തിലൂടെ മുഗൾ ഭരണം ഡൽഹിയിൽ സ്റ്റാർട്ടായി എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ മുഗൾ ഭരണാധികാരികളുടെ
കുറച്ച് ഫ്ലോ ചാർട്ട് ആണ്. ആരൊക്കെയായിരുന്നു? ബാബറാണ്. 1526 ആ ഒരു കൊല്ലവർഷം നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടായിരിക്കും. 1206 തൊട്ട് 1526 വരെയുള്ള കാലം സൽത്തനത്ത് കാലമാണെന്നും സുൽത്താൻ ഭരണമാണ് അവിടെ നടന്നിരുന്നതെന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ബാബർ, പിന്നീട് വന്നത് ഹുമയൂൺ ആണ്. ഹുമയൂണിലെ ഒരു ചെറിയ ബ്രേക്ക് വരുന്നുണ്ട്. അതിന്റെ കഥ നമുക്ക് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ, പിന്നെ ജഹാംഗീർ, ഷാജഹാൻ, ദെൻ ഔറംഗസേബ്. ഇതാണ് ഇവരുടെ ഭരണം വരുന്നത്. ഇതാണ് മുഗൾ രാജവംശത്തിന്റെ ഭരണം വരുന്നത്. ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കാൻ അക്ബർ പ്രധാന പങ്ക് വഹിച്ചു. ഈ ഒരു തേർഡ് വന്നിട്ടുള്ള നമ്മുടെ ഭരണാധികാരിയായിരുന്നു കുറച്ചും കൂടി ഇത് വിപുലീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിച്ചു. അപ്പോ അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സമ്പ്രദായം എന്ന് പറയുന്നതായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. രാജ് മാൻസിംഗ്, രാജതോഡന്മാർ, ബീർബൽ, രാജ് ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രരായിരുന്നു. ഇനി എന്താണ് ഷേർഷാ സൂരിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട്. സി 1540 മുതൽ 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരിയായിരുന്നു. മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തുകയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് സി 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഈ 1530 ടു 40, പിന്നെ 55 ടു 56 വരുന്നത്. അപ്പോ 1526 ബാബർ അവിടെ പാനിപ്പത്ത് യുദ്ധത്തിലൂടെ മുഗൾ ഭരണം ഇവിടെ ആരംഭിച്ചു, ഡൽഹിയിൽ ആരംഭിച്ചുവെങ്കിലും രണ്ടാമത് വരുന്ന രാജാവ് ഹുമയൂൺ ആയിരുന്നു. ഹുമയൂണ് ഒരു 10 കൊല്ലമൊക്കെ ഭരണത്തിന് ശേഷം 1540 ആയപ്പോ അവിടെ ഷേർഷാ സൂരി വന്നിട്ട് എന്ത് ചെയ്യാണ്, ഭരണം പിടിച്ചെടുക്കാണ്. അങ്ങനെ അവരൊരു 5 കൊല്ലം ഭരിച്ചു. 5 കൊല്ലമല്ല, നിയർലി എത്ര കൊല്ലം, 5 കൊല്ലത്തോളം കഷ്ടപ്പെട്ട് ഭരിച്ചിട്ടുണ്ട് ഈ ഷേർഷാ സൂരി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാരെന്ന് പറയുന്നത് ദുർബലരായിരുന്നു. അപ്പൊ വീണ്ടും ഒരു അവസരം കറക്റ്റായി വന്നപ്പോ ആരെ പിടിച്ചെടുക്കാണ്, ഹുമയൂൺ വീണ്ടും ഭരണം പിടിച്ചെടുക്കാണ്, വീണ്ടും മുഗൾ ഭരണം കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ തേർഡ് വണ്ണായ അക്ബർ ആയിരുന്നു ഈ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത്. അദ്ദേഹത്തിനായിരുന്നു കൂടുതലായിട്ടുള്ള ഈ ഒരു ഭരണ പ്രദേശങ്ങളൊക്കെ വ്യാപിപ്പിക്കാൻ സാധിച്ചത് എന്നതും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആക്ച്വലി ഇത്തിരി പോയിന്റ്സും കൂടെ കവർ ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്ക് അപ്പൊ അതും കൂടെ ഒന്ന് കവർ ചെയ്യാം. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ എന്ന് പറയുന്നത്. അക്ബർ നാമ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ഇത് 3 ഭാഗങ്ങളായിട്ടുള്ളതാണ്. ആദ്യ ഭാഗത്തിൽ അക്ബറിന്റെ മുൻഗാമികളെ കുറിച്ച്, രണ്ടാം ഭാഗം അക്ബറിന്റെ ഭരണകാലത്തെ കുറിച്ച്, മൂന്നാം ഭാഗം അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ചിട്ട്. അതിന് ഐൻ ഇ അക്ബരി എന്ന് പറയുന്നു. ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. അബുൾ ഫസലാണ് അക്ബർനാമ രചിച്ചത്. അതിന്റെ തേർഡ് പാർട്ടായിരുന്നു ഐൻ ഇ അക്ബരി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു അക്ബർ ഭരണപ്രദേശം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഔറംഗസേബ് ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ രാജവംശത്തിന് എന്ത് വരികയാണ്, ദുർബലമാവുകയാണ്. എങ്കിലും 1557 വരെയൊക്കെ ഇവർ എങ്ങനെയൊക്കെയോ നിലനിന്ന് പോകുന്നുണ്ട്. ഇനി മധ്യകാല ഇന്ത്യയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഡൽഹി കേന്ദ്രമാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും മുഗൾ ഭരണത്തിനെ കുറിച്ചിട്ടും ഇവരുടെ പല രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. മൻസബദ്രായി സമ്പ്രദായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ ഉള്ള ഡൽഹിയുടെ വളർച്ചയാണ് നാം ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാലയളവിൽ തന്നെ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് നമ്മൾ പറയുന്നത്. ചോളരാജ്യം, വിജയനഗരം, ബാഗ്മിനി, അതൊക്കെ എന്താണ്, ദക്ഷിണേന്ത്യയിൽ വരുന്നതാണ്. മറാത്ത പശ്ചിമേന്ത്യയിലും വരുന്നതാണ്. അപ്പൊ അവരുടെ ഭരണ രീതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ചോളരാജ്യമാണ്. സി 9-ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. അവിടെ രാജരാജ ചോളൻ ഉണ്ടായിരുന്നു, രാജേന്ദ്ര ചോളൻ ഉണ്ടായിരുന്നു, ശക്തമായ നാവിക സേന ഉണ്ടായിരുന്നു. അപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രാജരാജ ചോളൻ ഉണ്ട്, രാജേന്ദ്ര ചോളൻ ഉണ്ട്, ദക്ഷിണേന്ത്യയിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് വിജയനഗരം. അതായത് വിജയനഗരത്തെ കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖിന്റെ വിവരണമാണ് ഏറ്റവും നല്ല ഭരണം എന്നൊക്കെ. അതായത് ഈ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷിയിറക്കുന്നതുമാണ്. സൈന്യത്തിന്റെ അംഗബലം 11 ലക്ഷം വരും. അപ്പൊ അത്രയും വലിയ ഒരു രാജ്യം എന്നുള്ള ഇതിലാണ് വിജയനഗരം വരുന്നത്.
14-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കർ എന്നിവയായിരുന്നു. കൃഷ്ണദേവരായരായിരുന്നു അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പൊ സ്ഥാപകർ ആരായിരുന്നു? ഹരിഹരനും ബുക്കനും. പക്ഷെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ആരുടെ പേരാണ്? കൃഷ്ണദേവരായരുടെ പേരാണ്. ഇനി ബാഹ്മിനി രാജ്യം. ഇവിടെ അലാവുദ്ദീൻ ഹസൻ വാംഷ ആയിരുന്നു അവിടുത്തെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇപ്പൊ കൃഷ്ണ, തുംഗഭദ്ര ഒക്കെ നദികളുണ്ടല്ലോ, അവിടെയൊക്കെ കിടക്കുന്ന റേച്ചൂർ പ്രദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏരിയ ആയിരുന്നു. ഇത് ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നാണ് ഈ റേച്ചൂറിന് അറിയപ്പെടുന്നത്. അത് ഈ ബാഹ്മിനി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഉം. ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ ഒരു റേച്ചൂർ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബാഹ്മിനി രാജ്യം അതുപോലെ തന്നെ അവിടുത്തെ അധികാരികളും ഈ പറയുന്ന വിജയനഗരത്തിന്റെ അധികാരികളും തമ്മിൽ നിരന്തരം യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? റേച്ചൂർ ആണ്. അടുത്തതാണ് മറാത്ത. മറാത്ത രാജ്യം. അപ്പോ C-17-ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായിട്ട് മാറുന്നത്. ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ചെറിയൊരു ഡിവിഷൻ പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിന് പ്രകൃതിദത്തമായ ഒരു സംരക്ഷണമായിരുന്നു. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധ്യം വളർത്തി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ശിവജി. അദ്ദേഹത്തിന് ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. അപ്പൊ ഛത്രപതി ശിവജി, അപ്പൊ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം എന്താണ്? പൂനെയാണ്. ഈ ഛത്രപതി ശിവജീനെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ അധികം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡൽഹിയിലെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച കുറെ ഘടകങ്ങൾ, സിന്ധു ഗംഗ സമതലത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് തൊമര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. പിന്നീട് സൽത്താനത്ത് ഭരണം, അലാവുദ്ദീൻ ഖൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലം, പിന്നീട് പാനിപ്പത്ത് യുദ്ധം, മുഗൾ രാജവംശത്തിന് വരുന്നത് പറഞ്ഞു. പിന്നീട് ആ സമയത്ത് ഉണ്ടായിരുന്ന ദക്ഷിണേന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് മധ്യകാല ഇന്ത്യയുടെ ഒരു ചെറിയ ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. തൊമര രാജവംശം, പിന്നെ ചൗഹാൻ, പിന്നെ സൽത്താനത്ത് ഭരണം. അതിലെന്ത് വന്നിട്ടുണ്ടായിരുന്നു? മംലൂക്ക് വംശജര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൽജി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ താഴെ തുഗ്ലക്ക് ഉണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെ ഉണ്ടായിരുന്നു? സെയ്ദ്, ലോധി ഒക്കെ നമുക്ക് പറഞ്ഞതാണ്. പിന്നീട് മുഗൾ രാജവംശം വന്നു. ഇവിടെ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ചോളന്മാര്, വിജയനഗരം, ബാഹ്മിനി, പിന്നെ മറാഠകൾ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് പാർട്ടോട് കൂടിയിട്ട്. എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ആൻഡ് താങ്ക് യു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.